ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള ത്രില്ലറാണ്. അതായത് കഥ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയല്ല ചെയ്യുക. ഇതിങ്ങനെ പതിയെ 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 കയറി വരുന്ന അങ്ങനെ ഒരു മൂവിയാണ്. പക്ഷെ ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റുകളും ഉണ്ട്. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഥാനായകൻ ഒരു പോലീസുകാരനാണ്. അവൻ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും സ്വന്തം നാട്ടിലല്ല, സ്വന്തം നാട് ഉപേക്ഷിച്ച് 20 കൊല്ലായി. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഇപ്പൊ ഇതാ പുതിയൊരു കാര്യം നമ്മുടെ കഥാനായകൻ അറിയാണ്. അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ലോക്കും ഭാര്യയും മകനും മരണപ്പെട്ടിട്ടുണ്ട്. അതറിഞ്ഞ പാട് തന്നെ നമ്മുടെ കഥാനായകൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ മരണത്തിന്റെ പിന്നിൽ എന്തോ വല്ലാത്തൊരു ദുരൂഹതയുണ്ട്. ആ നാടും അതുപോലെ തന്നെയാണ്, ഒരുപാട് ദുരൂഹതകൾ മറച്ചുവെച്ച വല്ലാത്തൊരു നാട്. എന്നാൽ ഈ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കഥാനായകൻ മനസ്സിലാക്കിയത് മറ്റൊരു കാര്യം കൂടിയാണ്. 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന മറ്റൊരു കൊലപാതകത്തിന്റെ രഹസ്യം. അതായത് ഇപ്പം നടന്ന ഒരു കൂട്ടക്കൊല, അത് അന്വേഷിക്കാൻ വേണ്ടി ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന കഥാനായകന് മനസ്സിലാക്കാൻ പറ്റിയത് 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കൊലപാതകത്തിന്റെ കൂടെ രഹസ്യമാണ്. അപ്പൊ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പൊ നേരെ ആ ഒരു കഥയിലേക്ക് പോകല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കഥാനായകനായിട്ടുള്ള എറിക്കിനെ കാണിക്കുകയാണ്. ആളൊരു പോലീസുകാരനാണ് കേട്ടോ. മാത്രമല്ല ഈ എറിക്കാണെങ്കിൽ കഴിഞ്ഞ 20 വർഷം മുന്നേ സ്വന്തം നാട്ടിൽ നിന്നും നാട് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇങ്ങോട്ടേക്ക് വന്ന ശേഷം എറിക്ക് നന്നായിട്ട് പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പോലീസുകാരനാണ്. അതുപോലെ തന്നെ അവന്റെ ആ ഒരു പഴയ നാടുണ്ടല്ലോ, ആ നാട്ടിൽ അവനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന്റെ പേരാണ് ലൂക്ക്. ലൂക്കിന്റെ അച്ഛൻ ഇപ്പൊ പ്രസന്റ് ടൈമിൽ അവനൊരു കത്തയച്ചിരിക്കുകയാണ്. ടീനേജ് പ്രായം വരെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കളിച്ച് നടന്നിരുന്നത്. എന്നാൽ ഇപ്പൊ ചെറിയൊരു പ്രശ്നം ലൂക്കിന്റെ ഫാമിലിയിൽ സംഭവിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല, അവൻ അവന്റെ ഭാര്യയും അതുപോലെ തന്നെ 6 വയസ്സുള്ള മകനെ വെടിവെച്ച് കൊന്നു. പിന്നീട് അവനും സൂയിസൈഡ് കളഞ്ഞു. എന്തിനാണ് ഇത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ആ വീട്ടിൽ അന്ന് ആകെ ബാക്കിയായത് അവന്റെ ചെറിയ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ അവന്റെയും കുടുംബത്തിന്റെയും ആ ഒരു മരണാനന്തര ചടങ്ങ് നടക്കാൻ പോവാണ്. അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഇതുപോലൊരു കത്ത് എഴുതിയിരിക്കുന്നത്. പോരാത്തതിന് മറ്റൊരു കാര്യം കൂടെ ഈ ലൂക്കിന്റെ അച്ഛൻ എറിക്കിനോട് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ 20 വർഷങ്ങൾക്ക് മുന്നേ ആ പുഴയരികിൽ വെച്ച് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് എല്ലാവരോടും നിങ്ങൾ പറഞ്ഞ കാര്യം അത് നുണയായിരുന്നു എന്ന് എനിക്കറിയാം. എന്തൊക്കെയായാലും നാട്ടിലേക്ക് വാ, നമുക്ക് സംസാരിച്ച കാര്യങ്ങൾ തീർക്കാന്ന് പറയാം. ഇതിനുശേഷം എറിക്കിന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, പോണോ വേണ്ടയോ. അങ്ങനെ അവസാനം അവന്റെ നാട്ടിലേക്ക് പോവാന്ന് തീരുമാനിച്ചു കേട്ടോ. ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഭയങ്കരമായ വരൾച്ചയുള്ള ഒരു സ്ഥലമാണ്. കുടിക്കാനൊക്കെ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഏരിയയിലെ തടാകം വരെ ഒരു പരിധി വരെ വറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ അത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു നാടാണ്. അതുപോലെ തന്നെ സിനിമയുടെ പേരും ഡ്രൈ എന്ന് തന്നെയാണ്. അങ്ങനെ ആ ഒരു നാട്ടിലേക്ക് എത്തി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ എറിക്ക് പോവാണ്. അവിടെ തന്നെ ഈ ലൂക്കിന്റെ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപാട് തന്നെ 20 വർഷം മുന്നേ നടന്ന ആ ഒരു കാര്യം അതിപ്പോ എറിക്കിന് ഓർമ്മ വരികയാണ്. ഈ കഥ അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക. അതായത് പ്രസന്റ് ഡേയും കാണിക്കും, അതുപോലെ തന്നെ 20 വർഷം മുന്നേ നടന്ന ആ സമയത്തുള്ള ചില കാര്യങ്ങളും കാണിക്കും. ഇപ്പൊ നേരെ 20 വർഷം പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ഈ മരിച്ചുപോയ ലൂക്ക് അതുപോലെ തന്നെ എറിക്ക് രണ്ടുപേരും നല്ല ചങ്ങാതിമാരായിരുന്നു. ഇവരുടെ കൂടെ എപ്പോഴും 2 പെൺകുട്ടികളുണ്ടാവും. ഒരാളുടെ പേര് റൈച്ചല്, മറ്റേ പേര് ഗ്രേസ്. ഇവർ 4 പേരും പഠിക്കുന്നത് ഒരേ സ്കൂളിലാണ്. അപ്പോൾ കുറെ കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവരുടെ. ഇപ്പൊ 4 പേരും കൂടെ കുളിക്കാനായിട്ട് ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു തടാകത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. 4 പേരും നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. അതിൽ തന്നെ ഇപ്പൊ മരിച്ചുപോയ ലൂക്ക് ഉണ്ടല്ലോ, അവനൊരു ചെറിയ ഇഷ്ടം ഈ ഒരു ഗ്രേസിനോട് ഉണ്ട് കേട്ടോ. ഗ്രേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെമ്പമുടിയുള്ള പെണ്ണാണ്. അതുപോലെ തന്നെ നമ്മുടെ എറിക്കിനാണെങ്കിൽ റേച്ചലിനോടും ചെറിയൊരു ഇഷ്ടമുണ്ട്. റേച്ചൽ എന്ന് വെച്ചാൽ ആ ഒരു വെള്ളമുടിയുള്ള പെണ്ണ്. ഇത്രയും കാര്യങ്ങളെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുള്ളൂ. ഇപ്പൊ പ്രസന്റ് ഡേയിലേക്ക് വരികയാണ്. ആ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് മറ്റൊരാളെ ഇപ്പൊ എറിക്ക് കാണുകയാണ്. അന്നത്തെ ഇവരുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഗ്രേസിനെ. ഈ ഗ്രേസുമായിട്ടായിരുന്നു ലൂക്കിന് ചെറിയൊരു പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഗ്രേസ് വിവാഹം കഴിച്ചത് മറ്റൊരാളെയാണ്. അതിലൊരു കുഞ്ഞുണ്ട്. എന്നാൽ ഹസ്ബൻഡ് ഇപ്പൊ കൂടെയില്ല കേട്ടോ, ഹസ്ബൻഡ് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടതല്ലേ, കൂട്ടുകാരല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ഫംഗ്ഷൻ നടക്കുന്ന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് മരണപ്പെട്ടു പോയ ലൂക്കിന്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടുകാരോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അവനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതല്ലേ, ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയല്ലേ അവൻ സ്പെൻഡ് ചെയ്തത്, അവനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ, അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്റെ മോനൊരു പാവമാണ്, ഇത് മറ്റാരോ ചെയ്തതാണ് എന്നെല്ലാം പറയുന്ന സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് കുറച്ച് മോശമായിട്ട് തന്നെ ഇവരോട് സംസാരിക്കുകയാണ്. മതി മോനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞത്, സ്വന്തം കുടുംബത്തിനെ ഇല്ലാതാക്കിയവനാണ് നിങ്ങളുടെ മകന്, അവന് വേണ്ടി ഇതുപോലൊരു ചടങ്ങ് നടത്തുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മോന്റെ പൂർവ്വകാല ചരിത്രമൊന്നും ഞാൻ പറയണ്ടല്ലോ, അതുകൊണ്ട് മോനെ കുറിച്ച് വല്ലാണ്ട് ഇങ്ങനെ പൊക്കി പറയാൻ നിൽക്കില്ല സാറേ. ഈ പറയുന്ന ആളുടെ പേര് ഗ്രാൻഡ് എന്നാണ്. കുറച്ച് എന്താ പറയാ, തന്റെ ധൈര്യം ആരോഗ്യമൊക്കെയുള്ള ആളാണ്. ഈ സമയത്ത് ഗ്രാൻഡിനോട് അവിടെ ഉണ്ടായിരുന്ന ഗ്രേസ് ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഇരിക്കുമെന്ന് പറയണം. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മുടെ എറിക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിയിൽ ഈ കാടിന്റെ ഒരു ഭാഗം കണ്ടപ്പോൾ അവൻ അവിടെ നിർത്തുകയാണ്. നേരെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. എന്തോ തേടിക്കൊണ്ട് എറിക്ക് അങ്ങോട്ടേക്ക് സ്പീഡിൽ പോവാണ്. കുറച്ച് വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഇതേ സംഭവം തന്നെ കഴിഞ്ഞ 20 വർഷം മുന്നേ നടന്നിട്ടുണ്ട്. ഇതേ കാട്ടിലൂടെ ഇതേ വഴിയിലൂടെ എറിക്കും അതുപോലെ തന്നെ ലൂക്കും വല്ലാണ്ട് പേടിച്ച് അതിവേഗത്തിൽ അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട്. അതായത് ഒരു വാർത്ത കേട്ടിട്ട്. ആ വാർത്ത മറ്റൊന്നുമല്ല, ഇവർ കുളിക്കാൻ പോവാറുള്ള ആ ഒരു പുഴയുണ്ടല്ലോ, ആ പുഴയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച അവസ്ഥയിൽ റേച്ചൽ കിടക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ എറിക്കിന് ഇഷ്ടം തോന്നിയ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് തന്നെ. എങ്ങനെ അത് സംഭവിച്ചു, ആരാണ് ഇത് ചെയ്തതെന്ന്
എന്ന് ആർക്കും അറിയില്ല. അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് എറിക്ക് ഇപ്പൊ ഈ ഒരു കാട്ടിലൂടെ അങ്ങനെ ഓടിയത്. ഇതിനുശേഷം നേരെ പോകുന്നത് ലൂക്കിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണ്. കാരണം അവർ വിളിച്ചായിരുന്നു ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. ലൂക്കിന്റെ അച്ഛനും അമ്മയ്ക്ക് ഉറപ്പാണ് എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല, അവൻ ഫാമിലി അത്രയും കാര്യമായിട്ട് നോക്കുന്നവനാണ്, അവൻ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക. പിന്നെ മോനെ കുറിച്ച് എന്റെ മകൻ പറയാറുണ്ടായിരുന്നു കേട്ടോ, നീ എന്തൊരു വലിയ കേസ് തെളിയിച്ചു എന്ന് ന്യൂസിൽ കണ്ടായിരുന്നു, അതിനുശേഷം നിന്നെ കുറിച്ച് എപ്പോഴും പറയും അത്രയും ടാലന്റ് ആണ് നീ എന്നൊക്കെ. അതായത് എറിക്ക് ഈ ഒരു നാട് വിട്ടു പോയെങ്കിലും ലൂക്കിന് എറിക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ ലൂക്കിന് അവനോടുള്ള ആ ഒരു ഇഷ്ടത്തെ കുറിച്ചൊക്കെ ലൂക്കിന്റെ അമ്മയും അച്ഛനും ഈ എറിക്കിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമേ തന്നെ നാട്ടിലിപ്പോ തീരെ വെള്ളമില്ല, കൃഷിയും കാര്യങ്ങളൊന്നും നന്നായിട്ട് നടക്കുന്നില്ല, ഒരുപാട് കടായി. അങ്ങനെ നിവൃത്തിയേട് കൊണ്ട് ഞങ്ങളുടെ മകൻ ലൂക്ക് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും അത് തിരിച്ചു കൊടുക്കാനും പറ്റിയിട്ടില്ല. അതിലാരുമാണ് ഞങ്ങളുടെ മകനോട് ഈ ക്രൂരത ചെയ്തത്. അവന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടിന്റെ എല്ലാ കണക്കുകൾ അടങ്ങുന്ന ഒരു പുസ്തകമുണ്ട്, മോൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം, എന്താണ് എന്റെ മകന്റെ കുടുംബത്തിന് സംഭവിച്ചതെന്ന് ഒന്ന് നോക്കി കണ്ടുപിടിക്കണം എന്ന് പറയണം. എന്നാൽ ഇതേ സമയത്ത് എറിക്ക് പറയാണ്, എന്റെ പൊന്നച്ഛ അമ്മ, ഞാൻ ജോലി ചെയ്യുന്നത് ഈ നാട്ടിലല്ല, ഇത് എന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമല്ല, അതുപോലെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ, എന്തായാലും നിങ്ങളിത് മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ട് എറിക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ലൂക്കിന്റെ അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ സംസാരിച്ചതുപോലെ അത്ര മാന്യമായിട്ടല്ല ലൂക്കിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. ഡാ അവിടെ നിൽക്കടാ, ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക്, 20 വർഷം മുന്നേ നീയും എന്റെ മകനും കൂടെ ഇവിടെ ഒരു കാര്യം ചെയ്തു വെച്ചായിരുന്നു. അതിനുശേഷം പോലീസുകാരോട് നിങ്ങൾ പറഞ്ഞത് രണ്ടുപേരും കൂടെ മുയലിനെ വേട്ടയാടാൻ പോയിന്ന, എന്നാൽ നിങ്ങൾ രണ്ടുപേരും എവിടെയും പോയിട്ടില്ല, ആ പറഞ്ഞത് നുണയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പണ്ടത്തെ കഥകളൊന്നും എന്നെ കൊണ്ട് കൂടുതലായിട്ട് വിളമ്പിപ്പിക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു എന്ന് പറയണം. ഈ സമയത്ത് എറിക്ക് പറയണം, ഓക്കെ ഓക്കെ, ഇപ്പൊ എന്താ വേണ്ടത്, ലൂക്കിന്റെ ഫാമിലിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കണല്ലേ, ഞാൻ കണ്ടുപിടിക്കാന്ന് പറയണം. ഇതിനുശേഷം കാറിൽ തിരിച്ചു പോകുന്ന സമയത്ത് പഴയ കാര്യം വീണ്ടും നമ്മുടെ എറിക്ക് ആലോചിക്കുകയാണ്. അതായത് ലൂക്കിന് ഇടയ്ക്കൊരു ഭ്രാന്തുണ്ട്, തമാശ എന്ന പേരിൽ മനുഷ്യന്മാർ ഉപദ്രവിക്കുന്ന പരിപാടി. അതായത് ഇവർ 4 പേരും ലൂക്കും എറിക്കും അതുപോലെ തന്നെ ഗ്രേസും റേച്ചലും കൂടെ കുളിക്കാൻ പോകാറില്ലേ. ഒരു ദിവസം ഇതുപോലെ കുളിക്കാൻ പോയപ്പോൾ ഈ ലൂക്ക് ഒരു കാര്യം ചെയ്തു, റേച്ചലിനെ പിടിച്ച് ആ ഒരു വെള്ളത്തിൽ മുക്കി അങ്ങ് വെക്കുകയാണ്. അവള് ശ്വാസം കിട്ടാതെ കിടന്ന് പെട്ടയ്ക്കുന്നുണ്ട്. അവളുടെ ആ ഒരു പിടപ്പ് കണ്ടിട്ട് വരെ ലൂക്ക് ആ ഒരു പിടുത്തം വിടുന്നില്ല. പിന്നീട് അങ്ങോട്ടേക്ക് ഗ്രേസ് വന്ന് ലൂക്കിന് ചീത്ത പറഞ്ഞിട്ടാണ് ആ ഒരു പിടുത്തം അവൻ വിട്ടത്. എന്തിനെങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ ഒരു തമാശക്കാണെന്ന് പറയാണ്. അപ്പൊ ആ ഒരു ടീനേജ് പ്രായത്തിൽ ഇതുപോലൊരു ഭ്രാന്ത് കാണിക്കുകയാണെങ്കിൽ ആ ഭ്രാന്തിന്റെ അംശം ഇപ്പോഴും അവന്റെ ഉള്ളിൽ ഇല്ലാതിരിക്കുമോ? മേ ബി ലൂക്ക് തന്നെ അവന്റെ ഫാമിലി അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കേസ് അന്വേഷിക്കാൻ തന്നെ എറിക്ക് തീരുമാനിച്ചു. അതുകൊണ്ട് ആ ഒരു നാട്ടിൽ നിൽക്കണമല്ലോ, നിൽക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. സോ ആ ഒരു ഹോട്ടലിൽ ഗാംബ്ലിംഗ് നടത്തുന്ന ആളാണ് ഗ്രാൻഡ് എന്ന് പേരുള്ള ആള്. ഗ്രാൻഡിന് മനസ്സിലായോ, നേരത്തെ ചടങ്ങ് നടക്കുന്ന സമയത്തെ ലൂക്കിന്റെ അച്ഛനും അമ്മയോടും മോശമായിട്ട് സംസാരിച്ച ആള് അവൻ തന്നെ. ഈ ഗ്രാൻഡ് മറ്റാരുമല്ല, മരിച്ചുപോയ റേച്ചലിന്റെ ബ്രദറാണ്. അതായത് ഗ്രാൻഡും അവന്റെ അച്ഛനും ഇപ്പോഴും വിശ്വസിക്കുന്നത് റേച്ചലിന്റെ മരണത്തിന് കാരണം ലൂക്കും അതുപോലെ തന്നെ എറിക്കുമാണ്. അപ്പൊ ആ ഒരു ദേഷ്യം ഇവരോട് രണ്ടുപേരോടും ഈ ഗ്രാൻഡിന് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ചുപോയ ലൂക്കിന്റെ ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ വെച്ച് ഗ്രാൻഡ് മോശമായിട്ട് സംസാരിച്ചത്. ഇപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എറിക്ക് ആ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. അന്നേ ദിവസം അവിടെ താമസിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങി സെർച്ചിങ് ആരംഭിക്കുകയാണ്. അതായത് കേസ് അന്വേഷണം. നേരെ പോകുന്നത് ലൂക്കിന്റെ ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ലോക്കൽ പോലീസ് ഉണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് ആ ഒരു പോലീസുകാരനെ ഡെന്നിസ് എന്ന് വിളിക്കാം. ഈ ഡെന്നിസിനെ എറിക്കിനെ നന്നായിട്ട് അറിയാം, വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് എറിക്കിന്റെ കൂടെയാണ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ ഡെന്നിസ് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇതിനുശേഷം ലൂക്കിന്റെ ആ ഒരു കണക്ക് പുസ്തകവും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും അതിൽ കാണാനില്ല. അതുപോലെ തന്നെ സംഭവം നടന്ന അന്ന് ഡെന്നിസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ബോഡിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വീടിന്റെ ആ ഒരു വാതിൽക്കൽ തന്നെയാണ് ലൂക്കിന്റെ ഭാര്യയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. പിന്നെ 6 വയസ്സുള്ള മകൻ, അവന്റെ ബോഡി തൊട്ടപ്പുറത്തെ റൂമിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ പ്രകാരം ഈ 2 കൊലപാതകത്തിന് ശേഷം ലൂക്ക് നേരെ പുറത്തേക്ക് പോയിട്ട് കുറച്ച് അകലെ വെച്ചാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പിന്നീട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തതിനു ശേഷം എനിക്ക് നേരെ പോകുന്നത് ലൂക്കിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് ജോലി ചെയ്തിരുന്ന സ്കൂളിലേക്കാണ്. ആ സ്കൂളിലെ തന്നെ ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. സോ അങ്ങോട്ടേക്ക് വന്നിട്ട് ലൂക്കിന്റെ ഭാര്യയെ കുറിച്ച് പ്രിൻസിപ്പളോട് ചോദിക്കുകയാണ്. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്ന് ഈ ഒരു ലൂക്കിന്റെ ഭാര്യ നിങ്ങളോട് സംസാരിച്ചായിരുന്നു ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവൾ നല്ല ഉഷാറാണ്. ചിലപ്പോഴൊക്കെ ചെറിയ മിസ്റ്റേക്ക് വരികയാണെങ്കിലും നെഗ്ലിജിബിൾ ആണ്. നല്ല വൃത്തിയിൽ തന്നെ കൊടുത്ത ജോലികൾ അവൾ നന്നായിട്ട് ചെയ്യും. പക്ഷെ ഒരു സമയത്ത് ഈ കടത്തിന്റെ പ്രശ്നം അവളുടെ ഹസ്ബൻഡ് നന്നായിട്ടുണ്ടായിരുന്നു. അതായത് മരിച്ചുപോയ ഒരു ലൂക്ക് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷൻ അവർ നന്നായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇടക്കിടക്ക് ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിക്കുന്നൊക്കെ പറയലുണ്ട്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് കൂടുതലായിട്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതുപോലൊന്നും സംഭവിക്കില്ലായിരുന്നു. ഓക്കെ പ്രിൻസിപ്പളെ, നമുക്ക് പിന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സ്കൂളിൽ തന്നെയാണ് ഗ്രേസും വർക്ക് ചെയ്യുന്നത്. അപ്പൊ കണ്ടപാട് തന്നെ ഇറക്കി അങ്ങോട്ടേക്ക് ചെന്ന് അവളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സ്കൂളിൽ തന്നെയാണ് ചെറുപ്പത്തിൽ ഇവർ 4 പേരും, മരിച്ചുപോയ ലൂക്ക്, എറിക്ക്, പിന്നെ മരിച്ചുപോയ റേച്ചൽ, ഗ്രേസ്, ഇവർ 4 പേരും ഇവിടെ തന്നെയാണ് പഠിച്ചത്. സോ അതിന്റെ ആ ഒരു വരാന്തയിലൂടെ നടന്ന് പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ഓർക്കുകയാണ്. അതായത് ലൂക്ക് അന്ന് റേച്ചലിനെ വെള്ളത്തിൽ ഇങ്ങനെ താത്തി വെച്ച് ഒരു തമാശ കളിച്ചായിരുന്നല്ലോ. അതിനുശേഷം റേച്ചൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടുന്ന് പോയി കേട്ടോ. അവളുടെ പിന്നാലെ തന്നെ നമ്മുടെ എറിക്കും പോയിട്ടുണ്ടായിരുന്നു. അവളോട് ഇപ്പൊ ക്ഷമ ചോദിക്കുകയാണ്. അതായത് ലൂക്ക് അങ്ങനെ ചെയ്തതിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. ഇതേ നേരം തന്നെ എറിക്കിന് റേച്ചൽ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ അമ്മ കൊടുത്ത ഒരു മാലയും അതിന്റെ ആ ഒരു ലോക്കറ്റും. അവളുടെ അമ്മ ഇപ്പൊ നിലവിൽ അവളുടെ കൂടെയില്ല, ഇവരെല്ലാം വിട്ടു പോയിട്ടുണ്ട്. എന്നാലും അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു മാല എപ്പോഴും അവൾ കയ്യിൽ വെക്കാറുണ്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എറിക്കും അതൊന്ന് മേടിച്ച് നോക്കുകയാണ് കേട്ടോ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പാറയുടെ
പാറയുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിന്റെ ഇടയിലേക്ക് മാല വീണ് പോകുന്നുണ്ട്. ഇത് കണ്ടപാടിനെ റേച്ചലിന് ദേഷ്യം വരികയാണ്. നിനക്ക് എന്തൊരു മാല വരെ മര്യാദക്ക് പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പാവം ഇറക്കി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിന്റെ ഇടയിലേക്ക് പോയിട്ട് ആ ഒരു മാല അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ സമയത്ത് രണ്ടുപേർക്ക് ഇടയിൽ ഒരു റൊമാൻസ് വർക്കാവുന്നത് പതിയെ ഇറക്കി ഈ റേച്ചലിൽ നിന്ന് ചുംബിക്കാൻ പോകുമ്പോൾ നാണം വന്ന് അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. പ്രസന്റ് ഡേ തന്നെ കാണിക്കുകയാണ്. ഇപ്പൊ എരിക്കിന് ഒരു സംശയം തോന്നുന്നുണ്ട്. അതായത് മരിച്ചുപോയ ലൂക്ക് ഉണ്ടല്ലോ അവന്റെ വെയർ ഹൗസിലേക്ക് ആദ്യമായിട്ട് പോയപ്പോൾ ആ ലോക്കൽ പോലീസ് ഡെന്നിസ് അവിടെ കാര്യമായിട്ട് എന്തോ തിരയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ഡെന്നിസിനോട് തന്നെ ഇറക്കി ചോദിക്കുകയാണ്. ഡെന്നിസ് അപ്പൊ തേടിയ കാര്യങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 3 ഡെഡ് ബോഡിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത് ഏകദേശം ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു ബുള്ളറ്റ് ആയിരുന്നു. ഈ ലൂക്കാണ് ആ ഒരു ബുള്ളറ്റ് ഉപയോഗിച്ചെങ്കിൽ അതേ രീതിയിലുള്ള ബുള്ളറ്റ് വീണ്ടും അവന്റെ വീട്ടിലോ അല്ലെങ്കിൽ വെയർ ഹൗസിലോ കാണണമല്ലോ. എന്നാൽ ആ ടൈപ്പ് ബുള്ളറ്റ് അവന്റെ വെയർ ഹൗസിൽ ഉണ്ടായിരുന്നില്ല. പകരം ഒരു റെഡ് ഷെയ്ഡുള്ള ബുള്ളറ്റുകളായിരുന്നു അവന്റെ ആ ഒരു ഷെൽഫിൽ നിന്നും എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൂ ഷെയ്ഡുള്ള ബുള്ളറ്റ് അത് എവിടുന്ന് വന്നു? സോ അവിടെ വെച്ച് തന്നെ എറിക്കിനും ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഇതൊരു കൊലപാതകമാണ്, ഒരിക്കലും ഒരു ആത്മഹത്യയല്ല. പുറത്തുനിന്ന് ആരോ ഒരാൾ വന്നിട്ട് തന്നെയാണ് ലൂക്കിനെ വെടിവെച്ചിരിക്കുന്നത്. പിന്നീട് ലൂക്കിന്റെ ആ ഒരു ബോഡി കിടന്ന സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. നോക്കുകയാണെങ്കിൽ അതൊരു തടാകത്തിന്റെ ഭാഗമാണ് കേട്ടോ. പക്ഷേ ഒരു തരി പോലും വെള്ളമില്ല അതിൽ. നല്ല വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ സകലമാന വെള്ളവും വറ്റിപ്പോയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ 3 പേരുടെ ലാൻഡാണ് ഈ ഒരു ചുറ്റുഭാഗത്തുള്ളത്. ഒന്ന് നമ്മുടെ മരിച്ചുപോയ ലൂക്കിന്റേത്, അതുപോലെ രണ്ടാമത്തേത് ആ ഒരു ഗ്രാൻഡ് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആളുണ്ടല്ലോ, അതായത് മരിച്ചുപോയ റേച്ചലിന്റെ ചേട്ടൻ അവന്റെ സ്ഥലമാണ്. പിന്നെ മൂന്നാമത്തേത് കുറച്ച് അപ്പുറമുള്ള ജെയിംസ് എന്ന പേരുള്ള ഒരാളുടെ. അപ്പൊ ഈ ജെയിംസിനോട് പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അന്ന് ലൂക്ക് മരണപ്പെട്ടായിരുന്നല്ലോ. 4:30ക്കാണ് മരണം സംഭവിച്ചത്. പക്ഷേ 4 മണി വരെ ഈ ലൂക്കും ജെയിംസും ഒരുമിച്ചായിരുന്നു എന്ന് പറയണം. രണ്ടുപേരും കൂടെ മുയലിനെ വേട്ടയാടാൻ പോയതായിരുന്നു. അപ്പോ അയാളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട സമയത്തിന് എറിക്കിന് പഴയ കാര്യം ഓർമ്മ വരികയാണ്. റേച്ചൽ മരിച്ച സമയത്ത് ഇവര് രണ്ടുപേരും എവിടെയാണ് ചോദിച്ചപ്പോൾ ലൂക്കും എറിക്കും പറഞ്ഞത് മുയലിനെ വേട്ടയാടാൻ പോയി എന്നാണ്. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇതിനുശേഷം എറിക്ക് നേരെ ജെയിംസിനോട് കാര്യങ്ങൾ ചോദിക്കാൻ ചെല്ലുകയാണ്. പോലീസുകാരോട് എന്താണോ ജെയിംസ് പറഞ്ഞത് അത് തന്നെയാണ് എറിക്കിനോട് പറയുന്നത്. 4 മണി വരെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവനും ഞാനും വേറെ വേറെ സ്ഥലത്തേക്ക്, അവൻ അവന്റെ വീട്ടിലേക്കും ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. രാത്രി വരെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ ജെയിംസിന്റെ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറിയത് എറിക്ക് ശ്രദ്ധിക്കുകയാണ്. കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ചുറ്റുപാടും എപ്പോഴും കണ്ണുണ്ടാവും. അപ്പൊ ജെയിംസ് രാത്രി മുഴുവൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറിയത് എറിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എറിക്ക് അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം വിശദമായിട്ട് തന്നെ ലൂക്കിന്റെ കണക്ക് പുസ്തകവും കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ കാര്യമായിട്ട് വലിയ ഇടപാടോ കാര്യങ്ങളൊന്നും അതിലില്ല. സോ കടം കൊടുത്ത ആരും കൊല്ലാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ലൂക്കിന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടിലേക്ക് ഇപ്പൊ എറിക്ക് ചെല്ലുകയാണ്. എന്നാൽ അവരിവിടുത്തെ താമസവും കാര്യങ്ങളൊക്കെ മതിയാക്കി മറ്റെങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ പേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ലൂക്കിന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് സമാധാനിപ്പിക്കുകയാണ്. ലൈഫ് നമുക്ക് ഇനി ബാക്കിയുണ്ടല്ലോ, അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നേക്ക്, പുതിയ ലൈഫിലേക്ക് പോവാ. എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഒരു അമ്മയുടെ സങ്കടം അങ്ങ് മാറുന്നില്ല. അതുപോലെ തന്നെ അവിടെ കുറെ പുസ്തകങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം എടുത്തത് ലൈബ്രറിയിൽ നിന്ന് ഈ ലൂക്കിന്റെ ഭാര്യയാണ്. അയ്യോ ഇത് അവൾ എടുത്തതാണോ? അപ്പൊ ഇത് മുഴുവൻ തിരിച്ചു കൊടുക്കണ്ടേ? ഒരുപാട് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഫൈനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഇതൊക്കെ പാര കൊടുക്കുക. ആ വിഷമത്തിൽ ലൂക്കിന്റെ അമ്മ എരിക്കിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എരിക്ക് പറയണ അമ്മ പേടിക്കുന്നു വേണ്ട, പുസ്തകം അത് ഞാൻ ഏൽപ്പിച്ചോല്ല ലൈബ്രറിയിൽ. അങ്ങനെ ആ ഒരു ബുക്കുമായിട്ട് എരിക്ക് ലൈബ്രറിയിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് പുറത്തേക്ക് വീഴുന്നുണ്ട്. നോക്കുമ്പോൾ അത് ഏത് വാർത്തയാണെന്ന് അറിയോ? ഈ എറിക്ക് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് തെളിയിച്ചു എന്ന് പറയുന്നില്ലേ, ആ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത്. അതായത് ലൂക്കിന്റെ ഭാര്യ എറിക്കിനെ കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ വെച്ച് ഒരു റെസിപ്റ്റും കിട്ടുന്നുണ്ട്. ആ റെസിപ്റ്റിന്റെ പുറത്തില് ഗ്രാൻഡ് എന്ന് പേര് എഴുതിയിട്ടുണ്ട്. ഗ്രാൻഡ് ആരാണെന്ന് മനസ്സിലായോ? ആ അലമ്പ് ചങ്ങായി തന്നെ, റേച്ചലിന്റെ ചേട്ടൻ. എന്തിനായിരിക്കും ഈ റെസിപ്റ്റിന്റെ പിന്നില് ഗ്രാൻഡിന്റെ പേര് ലൂക്കിന്റെ ഭാര്യ എഴുതിയിട്ടുണ്ടാവുക? ആ കാര്യം അറിയാനായിട്ട് അവൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരുമാതിരി ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയിൽ, ആൾ ഒരുമാതിരി ഊക്കിയ രീതിയിലാണ് ഈ ഒരു ഗ്രാൻഡ് സംസാരിക്കുന്നത്. എന്റെ പേര് അവൾ ആ ഒരു റെസിപ്റ്റിന്റെ ബേക്കിൽ എഴുതിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കാര്യം അവളോട് തന്നെ പോയി ചോദിച്ചു നോക്ക്. കുഴി തോണ്ടിയിട്ട് അവളുടെ ശവത്തിനോട് പോയി ചോദിച്ചു നോക്ക്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. അവൻ മരിച്ചതെന്ന് ഞാൻ ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഞാനും എന്റെ കുറച്ച് കൂട്ടുകാരുമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ചീട്ട് കളിക്കുകയായിരുന്നു. വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി. എന്നാൽ ആ ഒരു കാര്യമൊക്കെ വേണമെങ്കിൽ റെഡി ആക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ചീട്ട് കളിക്കായിരുന്നു എന്ന് കൂട്ടുകാരോട് പറഞ്ഞാൽ മതി. ഒരു കള്ളസാക്ഷി ഉണ്ടാകില്ല, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ എനിക്കൊരു കാര്യം പറയാണ് ഗ്രാൻഡ്, നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീയായിട്ട് അത് പറഞ്ഞോ. ഇനി ഞങ്ങളായിട്ടാണ് അത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ജീവപര്യന്തം നീ ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് കേട്ട സമയത്ത് ശരിക്കും ഗ്രാൻഡിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. നീ ആരടാ എന്നോട് ഇത് പറയാൻ വേണ്ടിയിട്ട്? 20 വർഷം മുന്നേ എന്റെ പെങ്ങളെയും കൊന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞത്? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, മുയലിനെ വേട്ടയാടാൻ പോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞാൽ അത് ശരി, ഞാൻ പറഞ്ഞാൽ അത് തെറ്റ്. വല്ലാണ്ട് ഇങ്ങോട്ടേക്ക് ഇട്ട് ഉണ്ടാക്കാൻ വരണ്ട കേട്ടോ. എന്തായാലും ഇവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് സംശയിക്കുന്നത് ആ ഒരു ജെയിംസിനെയാണ്. കാരണം രാത്രി മുഴുവൻ അവൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുത്തശ്ശിയുടെ മുഖം ഒന്നും മാറിയായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ അപ്പോൾ അവന്റെ ആ ഒരു വീടിന്റെ ചുറ്റുപാട്, അതുപോലെ തന്നെ ആ ഒരു സ്കൂള്, അവിടുത്തെ CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ CCTV നോക്കുന്ന സമയത്ത് സംഭവം നടന്ന അന്ന് 4:05 കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ട് ലൂക്ക് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. 4:30 കൊലപാതകവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ
കൂടുതലായിട്ടുള്ള വിഷ്വലോ കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടിയതുമില്ല. പിന്നീട് ലൂക്ക് അന്ന് ഉപയോഗിച്ച അവന്റെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പൊ ആ ഒരു വണ്ടി നോക്കാനായിട്ട് എറിക്ക് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇവിടെ വെച്ച് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അന്ന് ലൂക്ക് ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി റേച്ചലിനെ വെള്ളത്തിൽ അങ്ങനെ മുക്കി പിടിച്ചായിരുന്നല്ലോ. പിന്നെ അവന് തന്നെ തോന്നി ചെയ്തത് മോശമായി പോയിന്ന്. അതുകൊണ്ട് റേച്ചലിനോട് ക്ഷമ ചോദിക്കാനായിട്ട് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയപ്പോൾ അവള് പറയാണ് ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ട് മാപ്പ് പറയാൻ വന്നിരിക്കുക. അങ്ങനെ പറയുന്നതിൽ എന്താ കാര്യം, മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് ലൂക്കിനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. ഇതിനുശേഷം റേച്ചൽ നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന എറിക്കിന്റെ അടുത്തേക്കാണ്. ഇവർ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ എറിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഇന്നലെ ആ ഒരു കല്ലിന്റെ അരികിൽ വെച്ച് രണ്ടുപേരുടെ ഇടയിൽ ചെറുതായിട്ടൊരു റൊമാൻസും കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ റേച്ചൽ വന്നിട്ട് എറിക്കിന് ഒരു ഉമ്മയും കൊടുത്ത് പിന്നെ കാണാതെ വന്നിട്ട് ചിരിച്ചുകൊണ്ട് ഒറ്റ പോക്ക് പോവാണ്. എന്നാൽ വേഗം തന്നെ എറിക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം ആ ഒരു പുഴയുടെ അടുത്ത് വെച്ച് കാണാൻ പറ്റുമെന്ന് അതിൽ എഴുതിയിട്ട് ഓടിച്ചെന്ന് അതിപ്പോ റേച്ചലിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ഫ്ലാഷ് ബാക്കും കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റ് ഡേയിലേക്ക് വരികയാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ സ്ട്രീറ്റിലൂടെ ഇപ്പൊ എറിക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. 20 വർഷം മുന്നേ മരിച്ചുപോയ റേച്ചൽ, ആ റേച്ചലിനെ കൊന്നത് ഈ ഒരു എറിക്ക് എന്ന രീതിയിൽ പോസ്റ്ററുകൾ ഇത് ഒട്ടിച്ചത് മിക്കവാറും ആ ഒരു ഗ്രാൻഡ് തന്നെയായിരിക്കും. എറിക്കിനോടുള്ള ആ ഒരു ദേഷ്യം തീർക്കാനായിട്ട് ഭയങ്കര കലിപ്പിൽ ഇന്ന് അവന്റെ കഴപ്പ് തീർത്തു കൊടുക്കണം എന്നിട്ട് എറിക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന സ്കൂളിൽ ആ ഒരു പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, അത്യാവശ്യം നാട്ടുകാരുടെ പ്രശ്നത്തിലൊക്കെ ഇടപെടുന്ന ആളാണ് പ്രിൻസിപ്പൾ. അപ്പൊ പ്രിൻസിപ്പൾ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. എറിക്ക് ഞങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം ഗ്രാൻഡിനെ കുറിച്ച് ഒരുമാതിരി ഒരു അലവലാതി പിടിച്ചവനാണ്. അവനിപ്പോ എന്ത് ചെയ്താലും ആരും അത് വലിയ കാര്യമാക്കി എടുക്കാനൊന്നും പോകുന്നില്ല. വെറുതെ ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ, ഒന്ന് കൂളാവടോ ഡെന്നിസെ, നീ ഒന്ന് പറയുന്ന പറഞ്ഞിട്ട് ആ ഒരു ലോക്കൽ പോലീസിനോട് പറയുന്നുണ്ട്. അപ്പൊ ഡെന്നിസും പറയുന്നത് വെറുതെ അലമ്പുണ്ടാക്കണ്ട, അവന്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ്, ഇതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല, മൈൻഡ് ആക്കുന്നില്ല. ഇപ്പൊ പ്രിൻസിപ്പൽ പറയണ എറിക്ക് ഒന്ന് കൂളാവും, വാ എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് 2 ഡ്രിങ്ക്സ് കഴിച്ചിട്ട് പോകാന്ന് പറയണം. ഇപ്പൊ എറിക്കും വിചാരിക്കാണ് വെറുതെ അലമ്പ് ഉണ്ടാക്കണ്ട, പ്രിൻസിപ്പലിന്റെ കൂടെ പോകാന്ന് സമ്മതിക്കുകയാണ്. പ്രിൻസിപ്പൽ ആണെങ്കിൽ എപ്പോഴും ഒരു സൈക്കിളാട്ടോ പോവുക. ആ സൈക്കിളാണെങ്കിൽ ഇപ്പൊ മടക്കിയിട്ട് കാറിന്റെ ഡിക്കിയിൽ വെക്കുകയാണ്. നേരെ പ്രിൻസിപ്പലിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ തന്നെ ഇയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു കേട്ടോ. ഭാര്യ ആണെങ്കിൽ ഒരുമാതിരി ഒരു മൂക അവസ്ഥയിലാണ്, ആരോടും ചിരിക്കൂല, ഓവറായിട്ട് സംസാരിക്കൂല. കുറച്ചു നേരം ആ ഒരു ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് പ്രിൻസിപ്പലോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ചോദിക്കുന്നുണ്ട്, അല്ല പ്രിൻസിപ്പൽ എന്താണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രിൻസിപ്പൽ കാര്യമൊന്നും മറച്ചു വെച്ചില്ല കേട്ടോ. അതായത് ഈ നാട്ടിലായിരുന്നില്ല ഇവർ താമസിച്ചിരുന്നത്, ഇവരുടെ നാടും വീടൊക്കെ വേറൊരു സ്ഥലത്താണ്. ഒരു ദിവസം ഞാൻ ജോലിക്കായിട്ട് പുറത്തേക്ക് പോയി. ആ സമയത്ത് മുഖംമൂടിയിട്ട 2 ആൾക്കാർ എന്റെ വീട്ടിലേക്ക് കയറി വന്നു. ഞങ്ങളുടെ ചെറിയ കുഞ്ഞുണ്ടല്ലോ, അവന്റെ ദേഹത്ത് കത്തിയും വെച്ച് ഉള്ള കാശ് മുഴുവൻ എടുക്കാനായിട്ട് അവളോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ആ ഒരു ഷോക്കിലേക്ക് അവൾ പോയി. ഇന്ന് വരെ ആ ഒരു ഷോക്കിൽ നിന്നും അവൾ ഇതുവരെയായിട്ട് ഇറങ്ങി വന്നിട്ടില്ല. ആ നാടെല്ലാം വിട്ട് വേറൊരു നാട്ടിലേക്ക് വന്നാൽ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്നത്. പക്ഷേ റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു എന്നല്ലാതെ അവൾക്ക് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയണം. എപ്പോഴും ഒരു പേടിയാണ്, ഒരൊച്ച കേട്ടാലോ ഒരു അനക്കം കേട്ടാലോ എപ്പോഴും അവൾക്ക് ആ ഒരു ഉള്ളിൽ ഒരു പെട്ടപ്പ് വരും. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ലൈഫിൽ ഉണ്ടാവുന്ന ചില ഇൻസിഡൻസ് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തായാലും ഇതിനുശേഷം എനിക്ക് നേരെ ആ നാട്ടിലൂടെ വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. 20 വർഷം മുന്നേ ഇവിടുന്ന് പോയതാന്ന് പറഞ്ഞല്ലോ. അപ്പൊ 20 വർഷങ്ങൾക്ക് മുന്നേ ഇവർ താമസിച്ച ഒരു വീട് ഇവിടെ ഉണ്ടാവുമല്ലോ, ആ പഴയ വീട്ടിലേക്ക് ഇപ്പൊ ഇറക്കി പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ ആരും താമസമൊന്നുമില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അടുത്ത ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് അന്ന് സ്കൂളിൽ വെച്ചിട്ട് റേച്ചലിന് ഒരു ലെറ്റർ കൊടുത്തായിരുന്നല്ലോ, ഇന്ന് വൈകുന്നേരം പുഴയുടെ ആ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് കാണാം, വൈകുന്നേരം നീ വരണം എന്ന് പറഞ്ഞിട്ട്. അന്ന് വൈകുന്നേരം റേച്ചൽ വരും എന്ന് കരുതിയിട്ട് എനിക്ക് അവിടെ പോയിട്ട് കുറേ നേരം നിന്നായിരുന്നു. എന്നാൽ അവള് വന്നില്ല. അപ്പൊ ആ ഒരു വിഷമത്തിൽ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ എറിക്കിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര ടെൻഷനിൽ ആരൊക്കെയോ വിളിച്ച് അന്വേഷിക്കുകയാണ്, എന്റെ മോനെ കണ്ടായിരുന്നോ, അവൻ അങ്ങോട്ടേക്ക് വന്നായിരുന്നോ, അല്ലെങ്കിൽ അവിടുന്ന് മറ്റേങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് എറിക്കിനൊന്നും തിരിയുന്നില്ല. എറിക്കിപ്പോ അച്ഛാന്ന് വിളിച്ചപ്പോൾ അച്ഛൻ ഓടി വന്നിട്ട് എറിക്കിനെ കെട്ടിപ്പിടിക്കണം. മോനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ, എന്താ അച്ഛാ എന്താ പറ്റിയത് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാ, ആ ഒരു പുഴയല്ലേ, അവിടെ ഒരു കുട്ടിയുടെ ബോഡി കിടക്കുന്നു പറഞ്ഞു. എനിക്കെന്താ ഉള്ളിലേക്ക് വല്ലാത്തൊരു പേടി തോന്നി, നിന്നെയാണെങ്കിൽ എവിടെ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഇപ്പോഴാ മോനെ ഒന്ന് ആശ്വാസമായത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേന്ന് അവനിങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ എറിക്കിനൊരു കാര്യം ഓർമ്മ വരികയാണ്. ഇനിയെങ്ങാനും അത് റേച്ചലായിരിക്കുമോ? റേച്ചലിനോട് വൈകുന്നേരം ഈ പുഴയുടെ അരികിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ആ ഒരു പേടി കയറുകയാണ്. വേഗം തന്നെ എറിക്ക് ആ ഒരു പുഴ അരികിലേക്ക് ഓടുന്നുണ്ട്. ലൂക്കിനോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 പേരും പേടിച്ച് വിറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ പേടിച്ചതുപോലെ തന്നെ റേച്ചലിന്റെ ബോഡി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് യാതൊരു ഐഡിയ ഇല്ല. ശരിക്കും എറിക്ക് ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെ അവൻ വീട്ടിൽ പോയിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആരും അറിയാതെ ജനലിന്റെ ഉള്ളിലൂടെ എറിക്കിന്റെ റൂമിലേക്ക് ലൂക്ക് വന്ന് കയറുകയാണ്. അവൻ നല്ല ടെൻഷനിലാണ്. ലൂക്ക് പറയാണ്, എറിക്ക് വൈകുന്നേരം ആ ഒരു പുഴയുടെ അരികിലേക്ക് വരണമെന്ന് നീ റേച്ചലിനോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു കത്തേറ്റ് നീ അവളുടെ കയ്യിൽ കൊടുത്തായിരുന്നു. ഇപ്പൊ കുട്ടികളൊക്കെ അതും പറഞ്ഞിട്ട് എല്ലാവരും നിന്നെയാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു കത്ത് നീ കൊടുത്തെന്ന് ഒരിക്കലും സമ്മതിക്കരുത് കേട്ടോ. ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു എന്ന് പോലീസുകാർ ചോദിച്ചാൽ ഞാനും നീ മൊയലിനെ വേട്ടയാടാൻ പോയിരുന്നു എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ആ ഒരു പഴയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ. എത്ര മൊയലിനെ വേട്ടയാടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 എണ്ണം പറയാട്ടോ. നീ പറയുന്ന അതുപോലെ തന്നെ ഞാനും പറഞ്ഞോളാം, മാറ്റി പറയാനേ നിൽക്കണ്ട. എങ്ങാനും മാറ്റി പറഞ്ഞാൽ നീ ആകെ പെട്ടുപോകുന്നു പറയാണ്. ഇനി പെറിക്കിനോടുള്ള സ്നേഹം കൊണ്ടാണോ ലൂക്ക് ഇത്രയും റിസ്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൊലപാതകം അവൻ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് എറിക്കിനെ ഒരു പാവയാക്കിയതാണോ എന്നൊന്നും അറിയില്ല. മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും പിറ്റേ ദിവസം പോലീസുകാർ വന്ന് ചോദിച്ചപ്പോൾ ലൂക്ക് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എറിക്ക് പറഞ്ഞത്. അതായത് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു, മൊയലിനെ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസുകാരോട് എറിക്ക് അന്ന് പറഞ്ഞത് പച്ച നുണയായിരുന്നു. ആ ഒരു കാര്യം ഇപ്പൊ എറിക്ക് ആലോചിക്കുകയാണ്. മാത്രമല്ല അന്ന് റേച്ചൽ മരിച്ചു, അവളെ കൊന്നത് ലൂക്ക് ആയിരിക്കും
എന്നുള്ളൊരു സംശയം എറിക്കിന്റെ ഉള്ളിൽ ഇപ്പോൾ വരികയാണ്. ഇതിനുശേഷം ആ കൊലപാതകം നടന്ന അന്ന് നാട്ടിൽ കുറെ CCTV കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം വിശദമായിട്ട് എറിക്ക് പരിശോധിക്കുന്ന സമയത്ത് ഒരു കാര്യം കാണുകയാണ്. ജെയിംസ് ഉണ്ടല്ലോ, ആ ജെയിംസ് 4:30 കഴിഞ്ഞ് മറ്റെങ്ങോട്ടോ കാറുമായിട്ട് പോകുന്നത് നോക്കുമ്പോൾ ഒരു ക്ലിനിക്കിലേക്കാണ്. എന്നാൽ ജെയിംസ് പറഞ്ഞത് എന്താ വെച്ചാൽ 4 മണി വരെ ലൂക്കിന്റെ കൂടെ വേട്ടയാടുമായിരുന്നു, അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയിന്ന. അപ്പൊ എന്തിനായിരിക്കും ജെയിംസ് നുണ പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ അത് അന്വേഷിക്കാനായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു ഹോട്ടലാണല്ലോ. ആ ഹോട്ടലിന്റെ താഴേക്ക് വന്നപ്പോൾ അവിടെ തന്നെ ഈ ഗ്രാൻഡ് നടത്തുന്ന ഒരു ഗാംബ്ലിംഗ് സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ച് ഈ ഗ്രാൻഡും അതുപോലെ തന്നെ ജെയിംസും തമ്മിൽ പോരാടി. എന്തിനാണെന്ന് അറിയില്ല. ഇത് തടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന ഒരു പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, മൂപ്പർക്കും കിട്ടി ഈ ഗ്രാൻഡിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു പെട. മൂക്കും പൊട്ടി ചോര വരുന്നുണ്ട് കേട്ടോ. പ്രിൻസിപ്പൾ വല്ലപ്പോഴൊക്കെ ഒരു രസത്തിന് ചീട്ട് കളിക്കാൻ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ നാട്ടുകാരുടെ വിഷയത്തിൽ ചുമ്മാ ഇടപെട്ടതാണ്, പക്ഷേ പ്രിൻസിപ്പളിന് നല്ലോണം കിട്ടിയെന്ന് പറയാലോ. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന എറിക്കാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നത്. എറിക്ക് ചോദിക്കുന്നുണ്ട്, എടാ നിനക്കൊന്ന് അടങ്ങിയിരിക്കാൻ കഴിയില്ലേ, നീ എപ്പോഴും ഒരു പ്രാന്തനെ പോലെയാണോ? അങ്ങനെ പിടിച്ചു മാറ്റുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറയണത് 2 കൂടെ അടി കൂടുന്നതിന് കാരണക്കാരൻ നിങ്ങളും കൂടിയാണ്. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോ ഈ ഗ്രാൻഡിനെയും അതുപോലെ തന്നെ ഈ ജെയിംസിനെയും എന്തിന്റെ പേരിലാണ് നമ്മൾ ഇവർ എറിക്ക് സംശയിക്കുന്നത്? ആ തടാകവും അതിന് ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു സ്ഥലം അത് ഇവർ 3 പേരുടേതാണല്ലോ, ജെയിംസ്, ഗ്രാൻഡ്, അതുപോലെ തന്നെ മരിച്ചുപോയ ലൂക്ക്. അപ്പൊ ആ ഒരു സ്ഥലത്തിന് വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടുള്ള തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യം ജെയിംസ് ആണ് പോലീസുകാരോട് പറഞ്ഞത്, അതിന്റെ പേരിലാണ് അവരെന്നെ ചോദ്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഗ്രാൻഡ് ജെയിംസിനിട്ട് അടിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, എന്തായാലും പിടിച്ചു മാറ്റിയതിനു ശേഷം ഇപ്പൊ ഗ്രാൻഡിനോട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ സംശയിച്ചതിന്റെ കാരണം അതൊന്നുമല്ല, മരിച്ചുപോയ ലൂക്കിന്റെ ഭാര്യയുടെ ഒരു പുസ്തകത്തിൽ ഒരു റെസിപ്റ്റ് ഉണ്ടായിരുന്നു, അതിന്റെ പിറകിൽ നിന്റെ പേര് ഗ്രാൻഡ് എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സംശയിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നീട് അടികൊണ്ട ജെയിംസ് ഉണ്ടല്ലോ, അവനെയും കൂട്ടിയിട്ട് എനിക്ക് നേരെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലിനിക്കിലേക്ക് പോവാണ്. അതായത് അന്ന് കൊലപാതകം നടന്നതെന്ന് ഈ ജെയിംസ് ഒരു ക്ലിനിക്കിലേക്ക് പോയില്ലേ, അതേ ക്ലിനിക്കിലേക്ക് തന്നെ. അവിടെ വെച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജെയിംസിനെ അവിടുന്ന് മാറ്റിയിരുത്തുകയാണ്. പിന്നീട് ആ ഒരു ഡോക്ടറോട് എനിക്ക് കാര്യങ്ങൾ ചോദിക്കുകയാണ്, ഡോക്ടറെ എന്നോട് നിങ്ങൾ നുണ പറയാൻ നിൽക്കണ്ട, അന്ന് ലൂക്കും ഫാമിലിയും മരണപ്പെട്ടായിരുന്നല്ലോ, അന്ന് വൈകുന്നേരം ജെയിംസ് അവന്റെ വീട്ടിലായിരുന്നു എന്നാ പറഞ്ഞത്, പക്ഷേ ഒരു 4:30 ശേഷം അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ്, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അവൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ വന്ന സമയത്ത് എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് വീശി, പിന്നെ അത്ര തന്നെ. എന്ത് അല്ല സാറേ, ഇപ്പൊ എന്തപ്പോ പറയാം, ഞങ്ങൾ തമ്മിലൊരു ചെറിയ അന്തർധാരയുണ്ട്. അതായത് ഈ ഒരു ജെയിംസും അതുപോലെ തന്നെ ഡോക്ടറും ഗേ ആണ്. അപ്പൊ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് ജെയിംസ് വന്നത്. അപ്പൊ ഈ ഒരു കാര്യമൊന്നും പബ്ലിക്കലി അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ജെയിംസ് നുണ പറഞ്ഞത്. ഓ, ഇതായിരുന്നു കാര്യം. ഞാൻ വിചാരിച്ചു ഈ ജെയിംസ് നുണ പറഞ്ഞതിന്റെ പിന്നിൽ വേറെന്തോ ആനക്കാരി ഉണ്ടായിരിക്കുന്നത്, വെറുതെ ടൈം കുറച്ച് വേസ്റ്റ് ആയി. ശരി ഡോക്ടറെ, നിങ്ങളുടെ റിലേഷൻ നന്നായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എറിക്ക് അവിടെ നിന്ന് പോവാണ്. പിറ്റേ ദിവസം എറിക്ക് നേരെ പോകുന്നത് 20 വർഷം മുന്നേ മരിച്ചുപോയ റേച്ചൽ ഉണ്ടല്ലോ, അവളുടെ ആ ഒരു കുഴിമാടത്തിന്റെ അരികിലേക്കാണ്. എന്നാൽ അവിടെ തന്നെ ഈ റേച്ചലിന്റെ അച്ഛനുണ്ടായിരുന്നു, അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. ഇയാൾ പറയാണ്, നീ ആ ഒരു എറിക്കല്ലടാ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ മോളെയും കൊന്നിട്ട് അവളെ കുഴിമാടത്തിലേക്ക് വന്നിരിക്കുകയാണല്ലേ, മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, നിന്റെ ആ ഒരു കാൽപാത ഇവിടെ തട്ടിയാൽ തന്നെ അതിന്റെ മോൾക്ക് ശാപം കിട്ടുന്ന പോലെയാ. എന്റെ മോളെയും കൊന്ന് ഈ നാട്ടിൽ നിന്ന് നാടും വിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കിയിട്ട് കഴിവേറികള് മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് തന്നെ ആ ഒരു വൃദ്ധൻ എരിക്കിനിപ്പോ അവിടുന്ന് ആട്ടി ഓടിപ്പിക്കുകയാണ്. ഒരു അച്ഛനല്ലേ, എന്തായാലും അയാളുടെ ഉള്ളിൽ ആ ഒരു വിഷമം ഇല്ലാതിരിക്കില്ല. ഇവിടെ വെച്ച് വീണ്ടും ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുന്നേ ഈ റേച്ചൽ മരിച്ച സമയത്ത് പോലീസുകാരോട് ഇവർ കള്ളസാക്ഷി പറഞ്ഞല്ലോ, അതായത് ലൂക്കും എറിക്കും. എന്നാൽ അവൻ കൊടുത്ത ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ, അതിന്റെ പേരിൽ നാട്ടുകാർ മുഴുവനും എറിക്കിനെയാണ് സംശയിക്കുന്നത്, എറിക്കാണ് റേച്ചലിനെ കൊന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിന് നേരെ പലതവണ അറ്റാക്കും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര ശല്യമായിരുന്നു. അപ്പൊ ഈ നാട്ടിൽ നിന്ന് ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് എറിക്കിനെയും കൂട്ടി അവന്റെ അച്ഛൻ ഈ നാട് വിടാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ആ ഒരു നാട്ടിൽ നിന്ന് പോകുന്ന സമയത്തുണ്ടല്ലോ, മരിച്ചുപോയ റേച്ചലിന്റെ അച്ഛൻ ഇവരുടെ പിന്നാലെ തന്നെ കാറെടുത്ത് വരിക, ഭയങ്കര അലമ്പുണ്ടാക്കുകയായിരുന്നു. മാത്രമല്ല എറിക്കിനെ കയറി മർദ്ദിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എറിക്കിന്റെ അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട്, ഇയാളോട് സംസാരിക്കുന്നുണ്ട്, ചെറിയ കയ്യാങ്കളിയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വിടാണ്ടായിരുന്നത്. അന്നു മുതലേ റേച്ചലിന്റെ അച്ഛന് ഈ എറിക്കിനോട് ഭയങ്കര പകയാണ്. എന്തായാലും പ്രശ്നങ്ങളെല്ലാം തീർത്ത് എറിക്കിന്റെ അച്ഛൻ വണ്ടിയിലേക്ക് വന്ന് കയറിയിട്ട് അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്, മോനെ അവസാനമായിട്ട് ഞാൻ മോനോടൊരു കാര്യം ചോദിക്കുക, മോൻ അച്ഛനോട് നുണ പറയരുത്, ശരിക്കും അന്ന് എന്താ അവിടെ സംഭവിച്ചത്? ഇപ്പൊ എറിക്കിന് ചെറിയൊരു ദേഷ്യം വരികയാണ്, അച്ഛനും എന്നെ വിശ്വാസമില്ലേ, ഞങ്ങൾ പറഞ്ഞില്ലേ ഞാനും ലൂക്കും കൂടിയിട്ട് മുയലിനെ വേട്ടയാടാൻ പോയതാണ്, എന്റെ അമ്മയാണ് സത്യാച്ച, ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്തു കൊടുക്കാണ് എറിക്കിപ്പോ അവന്റെ അച്ഛന്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് ആ ഒരു നാട് വിട്ട് വന്നതാണ് എറിക്കും അവന്റെ അച്ഛനും കൂടെ. പിന്നീട് ഇതെല്ലാം ഓർത്തുകൊണ്ട് എനിക്ക് നേരെ പോകുന്നത് ഗ്രേസിന്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ചെറുതായിട്ട് ഗ്രേസ് ഈ എന്താ പറയാ മുയൽ വേട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നേരെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ കുട്ടി അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ട് ഇവർ രണ്ടുപേരും കുറെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങണം. ആ സമയത്ത് അവിടെ കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് കാണുന്നുണ്ട്. അതിലൊക്കെ മരിച്ചുപോയ ലൂക്കിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെയും ചോദിച്ചപ്പോൾ ഗ്രേസ് പറയണം, അത് പിന്നെ ഞങ്ങളുടെ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി പല കമ്പനികളിലേക്കും ഡൊണേഷന് വേണ്ടി ഞങ്ങൾ ഫോമുകൾ അയക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ലൂക്കിന്റെ ഭാര്യയായിരുന്നു. അവളിപ്പോ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുഴുവൻ ചുമതലയും എനിക്കാണ്. അപ്പൊ അവള് ഫില്ല് ചെയ്ത കുറെ പഴയ ഫയലുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. പിന്നീട് ഇതിനുശേഷം രണ്ടുപേരും പഴയ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് വീണ്ടും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഗ്രേസ് ഈ മരിച്ചുപോയ ലൂക്കിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരുമായിട്ട് നിനക്ക് നല്ല കമ്പനി ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ലേ? ആ ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും അവന്റെ ഭാര്യ എന്നെ കുറിച്ച് ചോദിച്ചായിരുന്നു? അതായത് പോലീസുകാരൻ എന്ന രീതിയിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചായിരുന്നു? ഇപ്പൊ ഈ ഒരു ഗ്രേസ് ഉണ്ടല്ലോ, ഒരിക്കലും നോക്കിയിട്ട് നീ എന്താടാ എന്നെ എപ്പോ കണ്ടാലും ഇത് മാത്രമേ ചോദിക്കുന്നുള്ളല്ലോ. എടോ, പഴയതായിട്ട് നമുക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ട്? ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെയൊന്നും ആളിനോട് സംസാരിച്ചിട്ടില്ല. നീ ഇങ്ങോട്ടേക്ക് വന്നേ, വേറൊരു കാര്യം കാണിക്കാണ്ട് പറഞ്ഞിട്ട് ഗ്രേസിന്റെ കയ്യിൽ പഴയ ഒരു ആൽബം ഉണ്ടായിരുന്നു. ഇവർ 4 പേരും പണ്ടുണ്ടായിരുന്നപ്പോൾ ഒരുമിച്ചെടുത്ത് ഒരുപാട് ഫോട്ടോസും പഴയ ഒരു മെമ്മറീസും ഇതെല്ലാം ഇവരിങ്ങനെ അതിൽ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, രണ്ടുപേരുടെ ഇടയിലും ചെറിയൊരു റൊമാൻസ് വർക്കായി ഒരു ഉമ്മം കൊടുക്കാൻ നിൽക്കുമ്പോൾ ഗ്രേസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. സോ അത് അവിടെ വെച്ച് ക്യാൻസൽ ആവാണ്. എന്തായാലും ഫോൺ വിളിച്ചുകൊണ്ട് ഗ്രേസ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. എറിക്കാണെങ്കിൽ ആ ഒരു പഴയ ആൽബങ്ങൾ അതങ്ങനെ നോക്കി പോവാണ്. ഫോട്ടോ ഓരോന്നിങ്ങനെ മറിച്ച് വരുന്ന സമയത്ത് ഗ്രേസിന് കുഞ്ഞുണ്ടായിരുന്നല്ലോ, ആ ഒരു കുഞ്ഞിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ മറ്റൊരു ഫോട്ടോ കണ്ട് നമ്മുടെ എറിക്ക് ഒന്ന് ഞെട്ടി പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവൾക്കുണ്ടായ ആ ഒരു കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്ന മരിച്ചുപോയ ലൂക്ക്. അവിടെ വെച്ച് തന്നെ എറിക്കിന് ഒരു കാര്യം മനസ്സിലാവാണ്, ഗ്രേസിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് അത് മറ്റാരുടെയും കുഞ്ഞല്ല, ഈ മരിച്ചുപോയ ലൂക്കിന്റെ കുഞ്ഞാണ്. അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് ലൂക്ക് മറ്റൊരു കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ആ പകയിൽ ഗ്രേസ് ആയിരിക്കും ചിലപ്പോൾ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. ആ കാര്യം ഇവിടെ വെച്ച് തന്നെ എറിക്കിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രേസ് വന്നപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഒട്ടും മടിയില്ലാതെ ചോദിക്കുകയാണ്, ഗ്രേസ് നിന്റെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്നത് അത് ലൂക്കല്ലേ? ഇത് കേട്ടപാട് ഗ്രേസ് ഒന്ന് ഷോക്കായിട്ട് ചിരിക്കാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്കിത് പ്രാന്തായോ? ലൂക്കാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനോ? ഒന്ന് പോയടാ അവിടുന്ന്. എടാ, ഞാൻ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ കാണാൻ വേണ്ടി അവൻ വന്നായിരുന്നു, അപ്പൊ എടുത്ത ഫോട്ടോ ആണിത്. നിന്റെ ഒരു പോലീസ് മൈൻഡ് അത് എവിടെ ചെന്നാലും അത് മാറ്റരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ശരിക്കും നിന്റെ ഹസ്ബൻഡ് ആരാണെന്ന് എനിക്ക് ചോദിക്കാണ്. ഇപ്പോ ഈ ഒരു ഗ്രേസ് പറയാണ്, സത്യം പറയാലോ എനിക്കറിയില്ല, അയാളെ പുറം നാട്ടിൽ നിന്ന് എവിടുന്നോ വന്നതാണ്, എന്തോ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി, ഒരു ഇച്ചിരി നാള്, വളരെ കുറഞ്ഞ നാൾ അയാളുടെ കൂടെ ഞാൻ ജീവിച്ചുള്ളൂ. അപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. അയാളിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, അയാൾ അന്വേഷിച്ച് ഞാൻ പോയിട്ടുമില്ല. എന്തായാലും എന്ത് നോക്കിയാലും ആ ഒരു പോലീസ് കണ്ണോട് കൂടിയിട്ട് നീ കാണുന്നുള്ളൂ, അതുകൊണ്ട് മതിയോടോ, നീ പോയിക്കോ, ഞാൻ ഉറങ്ങട്ടെ, എന്റെ മോനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എറിക്കിനെ അവിടുന്ന് ചെറുതായിട്ടൊന്ന് പുറത്താക്കാണ് ഗ്രേസ്. അങ്ങനെ രാത്രിയായി എറിക്കിപ്പോ ഉള്ളത് ആ ഒരു ഹോട്ടൽ റൂമിലാണ്. എത്ര കിടന്നിട്ടും ഉറക്കം കണ്ട് വരുന്നില്ല. അതായത് ഗ്രേസിന് ഈ ഒരു സംഭവമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, അത് കണ്ടുപിടിക്കണം. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ അതിരാവിലെ കേട്ടോ. അപ്പൊ അതിരാവിലെ എഴുന്നേറ്റ് നേരെ ഗ്രേസിന്റെ വീട്ടിലേക്ക് പോവാണ്. ചെന്ന് നോക്കുമ്പോൾ അവളും മകനും നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിന്റെ പിന്നിലൂടെ കയറിയിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് മുഴുവൻ എടുത്തുകൊണ്ട് എറിക്ക് നേരെ കാറിൽ പോയിട്ട് അത് മുഴുവനായിട്ടും പരിശോധിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ എറിക്കിന് മനസ്സിലായി, എന്നാലും ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് സ്കൂളിൽ തന്നെ മറ്റൊരു സ്റ്റാഫിന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് എറിക്കിന് ആ കാര്യം മനസ്സിലായത്. ഇത്രയും നാളും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ്, അവന്റെ പേരായിരുന്നല്ലോ ആ റെസിപ്റ്റിന്റെ പിന്നിൽ ലൂക്കിന്റെ ഭാര്യ എഴുതി വെച്ചത്, അതിന്റെ പേരിലാണല്ലോ ഗ്രാൻഡിന് സംശയിച്ചത്. അത് വെറും ഒരു മണ്ടത്തരായി പോയി എന്നുള്ളത്. അതെന്താണെന്നറിയോ? ഈ സ്കൂളിന് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പലതരം പ്രൊജക്ടുകൾ ഇവർ ഉണ്ടാക്കാറുണ്ട്, അത് ട്രസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ ചെയ്ത ഒരു പ്രൊജക്ടിന്റെ പേര് മാത്രമാണ് ഗ്രാൻഡ് എന്നുള്ളത്, അല്ലാതെ ആ പാവം മണ്ടന്റെ പേര് എഴുതി വെച്ചതൊന്നുമല്ല. പിന്നീട് ആ ഒരു ഡോക്യുമെന്റ്സ് പരിശോധിച്ച സമയത്ത് മറ്റൊരു കാര്യം കൂടി എറിക്കിന് മനസ്സിലാവുകയാണ്. ഇതുപോലെ ഒരു ട്രസ്റ്റിൽ നിന്നും ഇവരുടെ സ്കൂളിലേക്ക് $70,000 വന്നിട്ടുണ്ട്. ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ 19 ലക്ഷം രൂപയുടെ മുകളിലേക്ക് വരും. അപ്പൊ ആ ഒരു ട്രസ്റ്റിൽ നിന്നും ഫണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, എന്നാൽ ആ ഒരു ഫണ്ട് കാണാനുമില്ല. അപ്പൊ മരിക്കുന്നതിന് മുന്നേ ലൂക്കിന്റെ ഭാര്യ ആ ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൂക്കാണ് ഈ ഭാര്യയോട് പറഞ്ഞത്, എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്, ഈ ഇടയായിട്ട് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കേസ് വരെ അവൻ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൂക്കിന്റെ ഭാര്യ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് എറിക്ക് അന്വേഷിച്ച ആ ഒരു കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ, ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ലൂക്കിന്റെ ഭാര്യ ആ ഒരു പുസ്തകത്തിൽ എടുത്തു വെച്ചത്. സോ അപ്പൊ ആ ഒരു ഫണ്ടാണ് $70,000 പ്രശ്നക്കാരൻ. അങ്ങനെ സ്കൂളിലേക്ക് വന്ന ആ ഒരു ഫണ്ട് അത് ആർക്കായിരിക്കും എടുക്കാൻ കഴിയുക? പ്രിൻസിപ്പാൾ. അയാൾ തന്നെയായിരിക്കും ആ ഒരു ഫണ്ട് എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഈ മർഡർ നടന്ന അന്ന് CCTV വിഷയിലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ പ്രിൻസിപ്പളെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ലോക്കൽ പോലീസ് ഡെന്നിസ് ചോദിക്കുന്നത്, അനാവശ്യമായിട്ട് വെറുതെ പ്രിൻസിപ്പളെ സംശയിക്കണോ? ഒരു തെളിവും ഇല്ലാതെ. ഇപ്പോഴാണ് നമ്മുടെ എനിക്കൊരു കാര്യം പറയുന്നത്, എടാ ഡെന്നിസ്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ഇയാൾ കാർ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഇയാൾ എപ്പോഴും സൈക്കിളാണ് ഉപയോഗിക്കല്. അത് തന്നെയാണ് ഇയാളുടെ ആ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. ഈ CCTV എന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ബിൽഡിങ്ങിന്റെ പിറകിലില്ല. അതുകൊണ്ട് ഇയാൾ എപ്പോഴും ബിൽഡിങ്ങിന്റെ പിറകിലൂടെയാണ് സഞ്ചരിക്കാറ്. എന്തായാലും ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അതുപോലെ പ്രിൻസിപ്പലോട് ഈ ഒരു കാര്യം ചോദിക്കുന്നതിന് മുന്നേ ആ ഫണ്ട് യഥാർത്ഥത്തിൽ വന്നോ എന്ന് ആ ഒരു ട്രസ്റ്റിൽ വിളിച്ച് ഇവരൊന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത്, കുറച്ച് ദിവസമായല്ലോ ഞങ്ങൾ അത് അഴിച്ചിട്ട്, അതായത് ഓൾറെഡി സ്കൂളിന്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട്. സോ പ്രിൻസിപ്പലോട് ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം, ആ ഒരു ഫണ്ട് എവിടെ പോയി എന്നുള്ളത്. അങ്ങനെ ഇവർ നേരെ സ്കൂളിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്നതിന് മുന്നേ തന്നെ ട്രസ്റ്റിൽ നിന്നും സ്കൂളിലേക്ക് കോൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഫണ്ട് അയച്ചതാണല്ലോ, പിന്നെന്താ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഒരു എൻക്വയറി ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ തന്നെ പ്രിൻസിപ്പലിന് കാര്യം പാളി എന്നുള്ള കാര്യം മനസ്സിലായി. അതിന്റെ വാല് പിടിച്ച് പോലീസുകാർ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വരുമെന്ന് മനസ്സിലായി. പ്രിൻസിപ്പൽ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സ്കൂളിന്റെ പിന്നിൽ ഒരു ക്യാരേജ് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് തന്നെ. ആ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന എറിക്കും നമ്മുടെ ഡെനിസും ഈ ഒരു കാര്യം കാണുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടുകയാണ്. ഇവർ നോക്കുമ്പോൾ ആ ഒരു വെയർ ഹൗസിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ക്യാൻ എടുത്ത് പ്രിൻസിപ്പൽ അപ്പുറത്തെ കൂടെ ഓടുന്ന കാണുന്നുണ്ട്. ഇവരും വേഗം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോൾ ഡെന്നിസിന് ഇയാൾ ഇത്രയും നാളും തേടി നടന്ന ആ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ബുള്ളറ്റുകൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതായത് ലൂക്കിന്റെ ഫാമിലിയെ കൊല്ലാൻ ഉപയോഗിച്ച ബുള്ളറ്റുകൾ. അത് മറ്റാരുടേതുമല്ല, ഈ പ്രിൻസിപ്പലിന്റെ തന്നെയാണ്.
വരികയാണ്. ഇയാളിപ്പോ ഒരു ക്യാനുമായിട്ട് കാട്ടിലേക്ക് ഓടി എന്ന് പറഞ്ഞില്ലേ, ശരിക്കും അതിൽ പെട്രോൾ ആയിരുന്നു. രക്ഷയില്ലാന്ന് പ്രിൻസിപ്പൽക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എറിക്കും ഡെന്നീസും കൂടെ പ്രിൻസിപ്പലിനെ പിടിക്കാനായിട്ട് അടുത്തേക്ക് വന്നപ്പോൾ ആ ഒരു പെട്രോൾ മേത്തേക്ക് ഒഴിച്ച് അടുത്തേക്ക് വന്നാൽ ഞാൻ തീ കൊളുത്തെന്ന് പറയണം. ഇതേ സമയത്തിന് എറിക്ക് പറയണം അബദ്ധം കാണിക്കാൻ നിൽക്കില്ല, എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാം, ശരിക്കും എന്താ പറ്റിയതെന്ന് ചോദിക്കണം. ഇപ്പൊ പ്രിൻസിപ്പൽ പറയണം കൂടുതലായിട്ടൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല, ഒരു പരിധിയിൽ കൂടുതൽ ഇതിന്റെ ടെൻഷൻ എനിക്ക് താങ്ങാനും പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. നിങ്ങൾ അന്ന് എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ ഭാര്യ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഒരുപാട് കാശ് മേടിച്ചിട്ടുണ്ട്. ഞാൻ കാശ് മേടിച്ച ആൾക്കാരൊക്കെ ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണ്. അവർ ആ ഒരു കാശും ചോദിച്ച് പലപ്പോഴായിട്ട് എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്, ഭാര്യ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് പേടിച്ചാണ് ശരിക്കും ഞങ്ങൾ ഈ ഒരു നാട്ടിലേക്ക് വന്നത്. എന്നിട്ടും രക്ഷയില്ലായിരുന്നു, അവരിങ്ങോട്ടേക്ക് വന്നു. പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ മകളെ വരെ കൊന്നുകളയെന്ന് പറഞ്ഞു. അതിന്റെ ആ ഒരു ടെൻഷനാണ് അവൾക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ടാണ് സ്കൂളിലേക്ക് വന്ന ആ $70,000 ഞാൻ അടിച്ചു മാറ്റിയത്. പക്ഷേ ഈ വിവരങ്ങാനും ലൂക്കിന്റെ ഭാര്യ വഴി പുറത്തേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യും. പിന്നെ ആ ഒരു ഗുണ്ടകൾ വരാൻ പോകുന്നത് എന്റെ ഭാര്യയുടെയും മകളുടെ അടുത്തേക്കായിരിക്കും. അവർക്ക് വരാൻ പോകുന്ന ആ ഒരു ദുരന്തം അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ അതൊക്കെ ചെയ്തതെന്ന് പറയാണ്. അതുപോലെ തന്നെ ലൂക്കിന്റെ 6 വയസ്സുള്ള മകൻ, അവനെ ശരിക്കും കൊല്ലണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു, അതറിയാതെ പറ്റിപ്പോയതാണ്. ഇതും പറഞ്ഞു ദേഹത്ത് ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇയാളങ്ങ് തീ കൊളുത്താണ്. അപ്പൊ തന്നെ എരിക്കും അതുപോലെ ഈ ഡെനീസ് അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇയാൾ തീ കൊളുത്തിയാൽ ഇയാൾക്ക് മാത്രമല്ല തീ പിടിക്കുക, ഈ നാട് മുഴുവൻ വരണ്ട് കിടക്കാണ്, മരങ്ങളൊക്കെ ഉണങ്ങിയൊരു പരിവായി നിൽക്കുന്നുണ്ട്. ആ തീ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാനും ഇവിടെ വലിയൊരു കാട്ടുതീ തന്നെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, ആ ഗ്രാമം തന്നെ ഇല്ലാതാവും. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് എരിക്കും ഡെന്നീസും കൂടെ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നത് കേട്ടോ. സോ ഇവിടെ വെച്ച് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് കാണിക്കുന്നുണ്ട്. എറിക്ക് വിചാരിച്ചതുപോലെ തന്നെ സൈക്കിളുമായിട്ട് സ്കൂളിന്റെ പിന്നാലെ ഈ ഒരു പ്രിൻസിപ്പൾ വന്നിട്ട് അതിലൂടെ പോകുന്ന ഈ ലൂക്കിന്റെ വണ്ടിയിൽ കൈ കാണിച്ചു നിർത്തി ഒരു സഹായം ചോദിക്കാനെന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ലൂക്കിനെ ഇയാൾ തല്ലി താഴെ വീഴ്ത്തി കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അവിടുന്ന് കൊന്നു കളഞ്ഞു. ഇതിനുശേഷം ആ ഒരു കാട്ടിലൂടെ ലൂക്കിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ച് തന്നെ ലൂക്കിന്റെ ഭാര്യ അവളെ കൊന്നു കളയുന്നുണ്ട്. ശരിക്കും ലൂക്കിന്റെ ഭാര്യയെ കൊല്ലലാണ് പ്രധാനമായിട്ടും ഈ പ്രിൻസിപ്പളുടെ ഉദ്ദേശം. എന്നാൽ ഇത് കണ്ട് അതിലൂടെ പേടിച്ചോടിയ ലൂക്കിന്റെ മകനുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം അവനെയും കൊല്ലേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ അത് ചെയ്യണമെന്ന് ഇയാൾക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഭയങ്കര ആ ഒരു ഗിൽറ്റ് ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും എറിക്കിനോട് തുറന്നു പറഞ്ഞ് ഇയാൾ സ്വയം തീ കൊളുത്തിയത്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഈ ഒരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ഇയാൾക്ക് തീ പിടിച്ചാൽ ആ ഒരു കാട് മൊത്തം നിന്ന് കത്തും. അതുകൊണ്ട് തന്നെ ആ ഒരു തീ കെടുക്കാൻ വേണ്ടിയിട്ട് എറിക്ക് അവന്റെ ദേഹത്തേക്ക് ചാടി വീണ് അത് കെടുത്താൻ നോക്കിയല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി പൊള്ളല് എറിക്കിനും ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ് ഇപ്പോൾ. അതുപോലെ ആ ഒരു പ്രിൻസിപ്പാളെ നോക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല, അത്യാവശ്യം നല്ല പരിക്കുകളോട് കൂടിയിട്ട് ഇയാൾ ജീവനോടെ ഇപ്പൊ സർവൈവ് ആയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ നാട്ടുകാർ അങ്ങോട്ടേക്ക് വരികയാണ്. എറിക്കിനെ എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ പ്രശംസിക്കുന്നുണ്ട്. നാട്ടുകാർ എപ്പോഴും അവനൊരു കൊലയാളിയാണ് എന്ന രീതിയിലാണ് ഇത്രയും കാലം നോക്കിയിരുന്നത്. എല്ലാവർക്കും സംശയം, അതായത് റേച്ചലിന്റെ മരണത്തിൽ എല്ലാവർക്കും സംശയം ഈ ഒരു എറിക്കിനെ തന്നെയാണ്. എല്ലാവരുടെയും ആ ഒരു ആറ്റിറ്റ്യൂഡ് ടോട്ടലായിട്ട് മാറുകയാണ്. എരിക്കിനോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതായത് ആ ഒരു പ്രിൻസിപ്പൽ കാരണം വരാനിരുന്ന ആ ഒരു വലിയ ആപത്തിനെ തന്നെ എറിക്ക് ജീവൻ കൊടുത്താണ് തടുത്തത്. അതുകൊണ്ട് നാട്ടുകാർക്ക് സ്നേഹം ഇല്ലാതിരിക്കോ? എന്തായാലും ഈ നാട്ടിലേക്ക് വന്നതിനാണ് ലൂക്കിന്റെയും ഫാമിലിയുടെയും മരണത്തിന്റെ കാരണക്കാരനെ കണ്ടുപിടിക്കാൻ. എന്തായാലും അത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എരിക്ക് ഇവിടുന്ന് തിരിച്ചു പോവാണ്. പോവാൻ നേരത്ത് എരിക്കിന്റെ അടുത്തേക്ക് ആര് വരുന്നുണ്ട്? ഗ്രേസ് വരികയാണ്. ഗ്രേസ് വന്ന് അവളൊരു കാര്യം പറയുന്നുണ്ട്. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പാണ്, അതായത് 20 വർഷം മുന്നേ റേച്ചൽ മരിച്ചല്ലോ, അവളെ കൊന്നത് അത് ലൂക്കായിരിക്കും എന്നാണ് നീ കരുതിയിട്ടുണ്ടാവുക. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പക്ഷേ എരിക്ക് ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, റേച്ചലിനെ കൊന്നത് അത് ലൂക്കല്ല. കാരണം അവളുടെ ആ ഒരു മരണം നടന്നന്ന് ഞാനും അവനും ഒരുമിച്ചായിരുന്നു. അവർ രണ്ടുപേരും അവരുടേതായ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷത്തിൽ. സോ ഇതുവരെയായിട്ടും ഗ്രേസ് ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം മുതൽ എരിക്കിന് വീണ്ടും സംശയം തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ലൂക്കല്ല റേച്ചലിനെ കൊന്നതെങ്കിൽ ആരായിരിക്കും കൊന്നിട്ടുണ്ടാവുക? ഭയങ്കരമായ ഡൗട്ടും കാര്യങ്ങളും വീണ്ടും തുടങ്ങുകയാണ് മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ അവളോട് ആദ്യമായിട്ട് ആ ഒരു ഇഷ്ടം കാണിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ പാറയും ആ മരക്കുള്ള ഒരു സ്ഥലം, അങ്ങോട്ടേക്കൊന്ന് പോവാന്ന് അവൻ തീരുമാനിച്ചു. നേരെ അങ്ങോട്ടേക്ക് ചെന്നു. ഇവിടെ വെച്ചാണ് റേച്ചൽ അവളുടെ ആ ഒരു മാല എരിക്കിന് കാണിച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് ഈ കല്ലിന്റെ ഗ്യാപ്പിന്റെ ഇടയിലേക്ക് മാല വീണു പോയല്ലോ. ആ ഗ്യാപ്പിലേക്കും ചുമ്മാ ഒന്ന് എന്താ പറയാ, അന്നത്തെ ആ ഒരു ഓർമ്മയുടെ പേരിൽ എരിക്കൊന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു കാര്യം എരിക്ക് കാണുന്നുണ്ട്, ഒരു പഴയ ബാഗ്. ആ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിൽ റേച്ചലിന്റെ സാധനങ്ങളായിരുന്നു. ഇവിടെ വെച്ച് വീണ്ടും ഒരു ഫ്ലാഷ് ബാഗ് കാണിക്കുകയാണ്. സത്യത്തിൽ അത് റേച്ചലിന്റെ ബാഗ് തന്നെയാണ്. അവളാണ് ആ ഒരു ബാഗിൽ സാധനങ്ങൾ ഫില്ല് ചെയ്തത്. വീണ്ടും പ്രസന്റ് ഡേയിൽ വരികയാണ്. ആ ഒരു ബാഗിന്റെ ഉള്ളിലായിട്ട് റേച്ചലിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു. പഴയ ഒരു ഡയറിയാണ്, അത്യാവശ്യം എന്താ പറയാ പഴക്കം അതിന് വന്നിട്ടുണ്ട്. 20 വർഷമായില്ലേ. അതെന്തായാലും എടുത്ത് ഇപ്പൊ നമ്മുടെ ഈ ഒരു എറിക്ക് വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് റേച്ചലിന്റെ ലൈഫിൽ സംഭവിച്ചെന്ന കാര്യം എറിക്കിന് മനസ്സിലാവുന്നത്. അതായത് എറിക്കിനോട് അന്ന് തന്നെ റേച്ചൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് പോയെന്ന്. അത് അവളോടോ അവളുടെ അച്ഛനോടോ ഇഷ്ടക്കേടുള്ളത് കൊണ്ടല്ല, അവളുടെ അച്ഛൻ ഒരു ഭ്രാന്തനാണ്, വല്ലാണ്ട് ഉപദ്രവിക്കുകയായിരുന്നു. ആ ഉപദ്രവം സഹിക്കാൻ കഴിയാനായിട്ടാണ് റേച്ചലിന്റെ അമ്മ അവിടുന്ന് പോയത്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ ഭ്രാന്ത് മുഴുവൻ തീർക്കാൻ തുടങ്ങിയത് റേച്ചലിന്റെ മേത്തായിരുന്നു. വല്ലാണ്ടിട്ട് ഉപദ്രവിക്കായിരുന്നു, അബ്യൂസ് ചെയ്യായിരുന്നു. നിന്റെ അമ്മ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിന്ന് കരുതിയിട്ട് നീ രക്ഷപ്പെട്ടു പോവാം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക്, നിനക്ക് ഒരിക്കലും ഇവിടുന്ന് പോകാൻ പറ്റില്ല. പിന്നീട് അവൾ വളർന്ന് വലുതാവുന്നത് വരെ അവൾക്ക് ആ ഒരു ടോർച്ചറും കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ റേച്ചൽ തീരുമാനിച്ചു, എന്തായാലും ഇനി ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, നാട് വിട്ടു പോകണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവൾ നാട്
വിട്ട് പോവാൻ തീരുമാനിച്ചത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറിക്കിനോട് അവളുടെ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞായിരുന്നല്ലോ അന്ന് വൈകുന്നേരം ആ ഒരു പുഴയുടെ അരികിലേക്ക് എറിക്ക് വരാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങോട്ടേക്ക് ഓൾറെഡി നമ്മുടെ റേച്ചൽ വന്നിട്ടുണ്ട്. മാത്രമല്ല വീട്ടിൽ നിന്നും അവളുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ആ ഒരു ബാഗാണെങ്കിൽ ആ പാറയുടെ ഇടയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാഗാണ് ഇപ്പൊ എറിക്കിന് കിട്ടിയിരിക്കുന്നത്. പിന്നീട് പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന എറിക്കിനെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിന്നെ കാണാൻ വരുമെന്ന് റേച്ചൽ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ നാട് വിട്ട് പോവാൻ തന്നെയാണ്, അതും എറിക്കിനോട് പോലും പറയാതെ പോകാനാണ് റേച്ചൽ തീരുമാനിച്ചത്. അവളുടെ ലൈഫിൽ അതായത് വീട്ടിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും റേച്ചൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ നേരം തന്നെ റേച്ചലിന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അവൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അവളുടെ അച്ഛൻ അറിഞ്ഞു. അതുപോലെ തന്നെ ഇയാളുടെ മകനായിട്ടുള്ള ഗ്രാൻഡിനും കൂട്ടി നേരെ ആ ഒരു പുഴക്കരയിലേക്ക് വരികയാണ്. ഗ്രാൻഡിനോട് വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ റേച്ചലിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ റേച്ചൽ അവിടെ ഉണ്ട്. ഒന്നും നോക്കിയില്ല, അവൾ ആ ഒരു വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ്. ആ നേരത്ത് അവിടെ എറിക്ക് ഉണ്ടായിരുന്നില്ല, എറിക്ക് അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നാടകമായിരുന്നു ഈ റേച്ചലിന്റെ അച്ഛന്റെ നാടകം. അവളെ കൊന്നത് പോട്ടേന്ന് വെക്കാനൊന്നും പറ്റില്ല, എന്നാലും അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനുശേഷമുള്ള ഇയാളുടെ അഭിനയം, നാടകം, 20 വർഷമായിട്ട് സ്വന്തം മോളെ കൊന്നത് റിക്കാണെന്ന് പറഞ്ഞ് അവന്റെ മേത്ത് പഴയിട്ടിട്ടുള്ള ഇയാളുടെ അഭിനയം ഉണ്ടല്ലോ, അതിനാണ് പണി കൊടുക്കേണ്ടത്. എല്ലാ രഹസ്യം ഇപ്പോ നമ്മുടെ ഈ ഒരു എറിക്കിന് മനസ്സിലായല്ലോ. കുറച്ചു സമയമെങ്കിലും ലൂക്കാണ് ആ ഒരു കൊലപാതകയെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു പോയി. പാവൻ ലൂക്ക്, അവനൊരു പാവം തന്നെയായിരുന്നു. അവന്റെ ലൈഫിൽ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു പോയി. കുടുംബം തന്നെ ഇല്ലാതായി പോയില്ലേ. എന്തായാലും ഇപ്പൊ എറിക്കിന് ആ ഒരു ഡയറി കിട്ടിയല്ലോ, ആ ബേഗം കിട്ടിയല്ലോ. ആ ബേഗം തൂക്കിക്കൊണ്ട് ഈ ഫോറസ്റ്റിന്റെ പുറത്തേക്ക് വരികയാണ്. ഇവിടെ വെച്ച് സിനിമ തീരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് മുഴുവനായിട്ടും സിനിമ തീർക്കാത്തതെന്ന്. ഉറപ്പായിട്ടും ഇനി നമുക്ക് കാര്യങ്ങൾ ഊഹിക്കാനല്ലേ ഉള്ളൂ. എനിക്ക് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അവൻ പണി കൊടുക്കും. എന്തായാലും റേച്ചലിന്റെ അച്ഛനിട്ട് പണി കൊടുത്തിരിക്കും. കാരണം എന്താ, റേച്ചലിനെ അത്രയും എരിക്ക് സ്നേഹിച്ചായിരുന്നു. അതിന് പുറമെ അവളെ കൊന്നത് എരിക്കാണെന്ന് പറഞ്ഞ് അവനെ വല്ലാണ്ട് ടോർച്ചർ ചെയ്തു. ഈ നാട്ടിൽ നിന്ന് എരിക്ക് പോവാതിന് കാരണക്കാരൻ അയാളാണ്. ആ ആളെ എരിക്ക് വെറുതെ വിടുവോ? വെറുതെ വിടാൻ പോകുന്നില്ല, പണി കൊടുക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമയുടെ തീരാണല്ലോ. എന്നാൽ ഇതിന്റെ 2ാം ഭാഗം ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കഥയുമായിട്ട് ആ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇതേ ഒരു ക്യാരക്ടർ ഇയാളുടെ ലൈഫിൽ സംഭവിച്ച മറ്റൊരു കേസ് അന്വേഷണം, അതാണ് നമ്മൾ ആ ഒരു കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. അത് നാളെ തന്നെ നമ്മൾ പറയാൻ പോവാണ് കേട്ടോ. ഇതുപോലെ തന്നെ കിടിലൻ ട്വിസ്റ്റുകളാണ് ആ ഒരു സിനിമയിലുള്ളത്. അപ്പൊ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണം കേട്ടോ. എന്തായാലും നാളെ തന്നെ ഉണ്ടാവും. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.